1986 ഓഗസ്റ്റ് 21. പതിവ് പോലെയുള്ള ഒരു രാത്രിയായിരുന്നു അത്. പകലിൻ്റെ ക്ഷീണത്തിന് ശേഷം പുതിയൊരു പ്രഭാതത്തിന് വേണ്ടി കണ്ണു തുറക്കാൻ സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നവരായിരുന്നു ആ ഗ്രാമീണർ. വൃദ്ധർ, യുവജനങ്ങൾ, കുട്ടികൾ, അച്ഛനമ്മമാർ, ഭാര്യ ഭർത്താക്കന്മാർ, കൂടപ്പിറപ്പുകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ മാത്രമല്ല, അവരുടെ വളർത്തുമൃഗങ്ങളും അതുപോലെ തന്നെയായിരുന്നു. അവറ്റകളും കിടന്നുറങ്ങി തുടങ്ങിയിരുന്നു. പുതിയൊരു പ്രഭാതം കാണാൻ തങ്ങൾ ഉണ്ടാവില്ലെന്ന് അവർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. കാരണം ആ രാത്രിക്ക് മീതെ ദുരന്തത്തിന്റെ പുതപ്പ് വീണിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിനിടയിൽ എവിടെ നിന്നോ അസാധാരണമായ ശബ്ദം കേട്ടതുപോലെ അവരിൽ ചിലർക്ക് തോന്നിയിരുന്നു. അടുത്ത നിമിഷം അവർ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. ആകാശത്ത് നക്ഷത്രങ്ങളും കണ്ണടച്ചു. ഭൂമിക്കടിയിൽ നിന്ന് അപ്പോൾ എന്തോ പൊട്ടിയൊഴുകി തുടങ്ങിയിരുന്നു. നേരം പുലർന്നു. പക്ഷേ ആ ഗ്രാമം ഉണർന്നില്ല. ഗ്രാമീണർ ഉണർന്നില്ല. അസാധാരണവും അത്യന്തം ഭയാനകവുമായ ഒന്ന് അതിനിടയിൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് ആ ഗ്രാമം ഒരു ശ്മശാനം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. അടഞ്ഞ വാതിലുകൾക്കപ്പുറം മനുഷ്യർ കിടക്കയിൽ മരിച്ചു കിടന്നു. മറ്റു ചിലർ വീട്ടുവരാന്തകളിൽ. തൊഴുത്തിൽ കന്നുകാലികൾ ചത്തുകിടക്കുന്നു. എന്താണ് ഈ ഗ്രാമത്തിന് സംഭവിച്ചത്? ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഈ ഗ്രാമീണർ മുഴുവൻ മരണമടഞ്ഞത്? വെള്ളപ്പൊക്കമുണ്ടായോ? തീപിടുത്തമുണ്ടായോ? ബോംബ് സ്ഫോടനം നടന്നോ? ഒന്നുമില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? രക്തച്ചൊരിച്ചിലും ആക്രമണങ്ങളും ഇല്ലാതെ ശ്വാസം മുട്ടിയായിരുന്നു അവരെല്ലാം മരിച്ചത്. അതിൻ്റെ കാരണങ്ങൾ നമ്മെ ഞെട്ടിക്കും. ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ നോസിയ തടാകം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് അവരെല്ലാം മരിച്ചത്. ലിമിനിക് ഇറപ്ഷൻ എന്നാണ് ഈ അപൂർവ പ്രകൃതി പ്രതിഭാസത്തെ വിളിക്കുന്നത്. വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പ്രവഹിക്കുകയും അതിൽ മനുഷ്യർ ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. സമുദ്രം ജലത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഗ്രാമം മരണം കൊണ്ട് നിറഞ്ഞു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് അന്ന് അവിടെ മരിച്ചു വീണത് 1700-ൽ അധികം മനുഷ്യജീവനുകളായിരുന്നു. 3500 മൃഗങ്ങളായിരുന്നു. ഷെഖീന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ ദുരന്തത്തെക്കുറിച്ചാണ്. നോസിയ തടാകത്തിന്റെ നിഗൂഢതകളെ കുറിച്ചാണ്. കൂടാതെ കാമറൂണിലെ അപകടകാരികളായ ഇതര തടാകങ്ങളെ കുറിച്ചാണ്. പൊട്ടിത്തെറിക്കുന്ന തടാകങ്ങളെ കുറിച്ചാണ്. തടാക ബോംബുകളെ കുറിച്ചാണ്. എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണ് കാമറൂൺ. പടിഞ്ഞാറ് നൈജീരിയയും വടക്ക് കിഴക്ക് വശത്തായി ചാഡും കിഴക്ക് ഭാഗത്ത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കും ഇക്വറ്റോറിയൻ ഗിനിയും ഗാബോയും റിപ്പബ്ലിക് ഓഫ് കോങ്കോയും അതിരുകളായുള്ള രാജ്യം. നിരവധി തടാകങ്ങളുള്ള രാജ്യമാണ് കാമറൂൺ. ഈ തടാകങ്ങളിൽ പലതും അത്യന്തം അപകടകാരികളാണ്. പുറമേക്ക് ശാന്തമാണെന്ന് തോന്നുമ്പോഴും പൊട്ടിത്തെറിക്കാൻ സാധ്യത ഏറെയുള്ളതാണ്. തടാക ബോംബുകൾ എന്നുപോലും അവയെ വിശേഷിപ്പിക്കാനാവും. കാരണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നിരവധി തടാകങ്ങൾ കാമറൂണിലുണ്ട്. അഗ്നിപർവ്വത നിര എന്നറിയപ്പെടുന്ന വിള്ളൽ മേഖലയിലായി ഇപ്രകാരം 40-ലധികം തടാകങ്ങളാണ് കാമറൂണിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒന്നാണ് നിലവിൽ പൊട്ടിത്തെറിച്ച നോസിയ തടാകം. ഇതുപോലൊരു ദുരന്തം ഇതിനു മുൻപോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നോസിയ ദുരന്തം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. നോസിയ ഒരു സാധാരണ തടാകമല്ല. വർഷങ്ങൾക്ക് മുൻപ് പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ മഴവെള്ളം നിറച്ച് സൃഷ്ടിക്കപ്പെട്ട ആഴമുള്ള ഒരു ജലാശയമാണ്. പുറമേക്ക് നോക്കുമ്പോൾ ശാന്തമായി കാണപ്പെടുന്നുവെങ്കിലും അതിന്റെ അടിത്തട്ട് അശാന്തമായിരുന്നു. ഭൂഗർഭത്തിലെ മാഗ്നയിൽ നിന്ന് ഉയർന്നു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വർഷങ്ങളോളം അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. സോഡ തുറക്കുന്നത് പോലെയാണ് അന്ന് ആ ദുരന്തം സംഭവിച്ചത്. തടാകത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരുന്ന വാതകം പെട്ടെന്ന് പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് തടാകം കുലുങ്ങി. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പ്രവഹിച്ചു. ആഴങ്ങളിൽ കിടന്നിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിവേഗത്തിൽ മുകളിലേക്ക് ഉയർന്നു. അതുവരെ ശാന്തമായിരുന്ന തടാകം നൊടിയുടെ ഭീകരരൂപം കൈവരിക്കുകയായിരുന്നു. ആളുകൾ ആരും
ഈ വാതകം പ്രസരിക്കുന്നത് അറിഞ്ഞുമില്ല. വാതകം നിറമില്ലാത്തതും ഗന്ധമില്ലാത്തതുമായിരുന്നു. രാത്രിയിലായിരുന്നതുകൊണ്ടും ഉറക്കത്തിലായിരുന്നതുകൊണ്ടുമാണ് ദുരന്തം ഇരട്ടിയായത്. വായുവിനേക്കാൾ ഭാരക്കൂടുതലുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്. അത് ഭൂമിയോട് ചേർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുകയായിരുന്നു. ഗ്രാമവീതിയിലൂടെ സഞ്ചരിച്ച് വീടുകളിലേക്ക്, വീടുകളുടെ വരാന്തയിൽ ഉറങ്ങിക്കിടന്നവരിലേക്ക്, ജനാലയുടെ വിടവുകളിലൂടെ അകത്തേക്ക്. ഉറക്കത്തിൽ മരണം അവരെയെല്ലാം കവർന്നെടുത്തു. അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങിയ മക്കളും ശയ്യാവലംബയായ രോഗികളും ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരും മരണത്തിന് കീഴടങ്ങി. ശ്വാസം മുട്ടി സഹായത്തിന് ആരെയും വിളിക്കാൻ പോലും കഴിയാതെ തടാകത്തിന്റെ അടിത്തട്ടിൽ വർഷങ്ങളോളം അടിഞ്ഞുകൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ പെട്ടെന്ന് വൻതോതിൽ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് ലിംനിക് ഇറപ്ഷൻ. ഇത് സാധാരണ അഗ്നിപർവ്വത സ്ഫോടനം പോലെയല്ല എന്നതാണ് പ്രത്യേകത. നിയോസ്, കാമിൽ എന്നീ ഗ്രാമങ്ങളിലാണ് ആദ്യം ദുരന്തം ബാധിച്ചത്. ഈ ഗ്രാമങ്ങളിൽ 4 പേരൊഴികെ എല്ലാവരും മരണമടഞ്ഞു. സ്ഫോടന ഫലമായി ഏകദേശം 1 ലക്ഷം മുതൽ 3 ലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വന്നത്. നിയോസ് തടാകത്തിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിലേക്ക് അത് വ്യാപിക്കുകയായിരുന്നു. നിയോസ്, കാംച, സുബം എന്നീ ഗ്രാമങ്ങളിലാണ് അതിന്റെ ആഘാതത്തിന് ഇരകളായത്. മണിക്കൂറിൽ ഏകദേശം 100 കിലോമീറ്റർ വേഗതയിലാണ് തുടക്കത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വ്യാപിച്ചത്. എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മണ്ണിടിച്ചിലാണ് കാരണമെന്നും അതല്ല തടാകത്തിന്റെ അടിത്തട്ടിലുള്ള ചെറിയ അഗ്നിപർവ്വത സ്ഫോടനമാണ് കാരണമെന്നും വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനമായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയും തടാകം പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അടയാളങ്ങളായ സൾഫർ, ക്ലോറൈഡ് തുടങ്ങിയവ തടാകത്തിൽ ഉണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ അന്വേഷിച്ചിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന ചെറിയ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ജലാശയത്തിന് ചുറ്റും സീസ്മോമീറ്ററുകളും സ്ഥാപിച്ചിരുന്നു. ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേ ഇതുവരെ നിരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും ശാന്തമായ പ്രദേശമായിരുന്നു ഇവിടമെന്ന് കണ്ടെത്തിയതോടെ അഗ്നിപർവ്വത സിദ്ധാന്തം ഒരു പരിധിവരെ അപ്രസക്തമായി. നോസിയ തടാകത്തിന്റെ അടിത്തട്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും 208 മീറ്റർ വെള്ളത്താൽ അത് തടഞ്ഞു നിർത്തപ്പെട്ടിരുന്നതെന്നും ഒരുപറ്റം ശാസ്ത്രജ്ഞർ വാദിച്ചു. ബാഹ്യമായ എന്തോ ഒന്ന് വാതകം പുറത്തുവിടാൻ കാരണമായെന്നും അവർ കണ്ടെത്തി. പാറകൾ തടാകത്തിന്റെ അടിയിലേക്ക് താഴ്ന്നപ്പോൾ അവ കുറച്ചു വാതകം മുകളിലേക്ക് തള്ളിയെന്നും പിന്നീട് വാതകത്തിന്റെ ഭൂരിഭാഗവും കുമിളകളായി ഉയർന്നുവെന്നുമായിരുന്നു അവരുടെ വാദം. ശരിക്കും ഒരു യുദ്ധരംഗം പോലെയായിരുന്നു ആ ദിവസങ്ങളിൽ നോസിയും കാമിലും. യുദ്ധരംഗം എന്ന് പറഞ്ഞത് യുദ്ധാനന്തരം അവിടെ മൃതദേഹങ്ങൾ മാത്രമായി നിറയുമല്ലോ. അതുപോലെയായിരുന്നു ഈ പ്രകൃതി ദുരന്തത്തിന് ശേഷം ഗ്രാമങ്ങൾ കാണപ്പെട്ടത്. എവിടെയും മൃതദേഹങ്ങൾ, മനുഷ്യരും മൃഗങ്ങളും ശവങ്ങളായി മാറിയിരിക്കുന്നു. ലോകം പല ദുരന്തങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിശബ്ദമായ ഒരു ദുരന്തം കണ്ടിട്ടില്ല എന്നതാണ് ലിംനിക് ഇറപ്ഷന്റെ മറ്റൊരു പ്രത്യേകത. സാധാരണയായി ദുരന്തങ്ങൾ ശബ്ദത്തോടെയാണ് വരുന്നത്. ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ഉരുൾപൊട്ടലും മഹാപ്രളയവുമെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ മാത്രം അതെല്ലാം ഘടകവിരുദ്ധമായി മന്ദമാരുതനെ പോലെ ദുരന്തം വന്നു. മഞ്ഞുപോലെ മരണം പെയ്തു. വിളകൾക്കിടയിൽ കളകൾ വിതച്ച് കടന്നു പോകുന്ന ശത്രുവിനെ പോലെ മരണം രഹസ്യമായി കടന്നു വന്ന് മരണം വിതച്ച് കടന്നുപോയി. 2000-ഓളം ആളുകൾ മരിച്ചുവെങ്കിലും അത്ഭുതകരമായി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമുണ്ട്. അവരിൽ ചിലർ നൽകുന്ന വിവരണം ഇപ്രകാരമാണ്: എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. ഞാൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നു. വായു തുറക്കാൻ കഴിയുമായിരുന്നില്ല. അതിരൂക്ഷമായ ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ സുഹൃത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നതുപോലെ ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ദേഹത്ത്, പ്രത്യേകിച്ച് കൈകളിൽ മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവ് എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ശ്വാസം പുറത്തേക്ക് വന്നില്ല. എൻ്റെ മകൾ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. എത്ര ഭീകരമാണെന്ന് നോക്കൂ ഈ അവസ്ഥ. ഒരു വീട്ടിൽ എല്ലാവരും ഒന്നുപോലെ ഉറങ്ങാൻ കിടന്നവരാണ്. എന്നാൽ അതിൽ ചിലർ മരിച്ചു, വേറെ ചിലർ ജീവിച്ചു. ദുരന്തം ചിലരെ എപ്പോഴും മാറ്റി നിർത്താറുണ്ട്, ദുരന്തത്തിന് മാത്രം അറിയാവുന്ന കാരണം പോലെ. അതാണ് കാമറൂണിലും സംഭവിച്ചത്. ഒരു വീട്ടിലെ എല്ലാവരും മരണമടഞ്ഞില്ല, ചിലർ മാത്രം മരിക്കുകയും ചെയ്തു. മരണം എപ്പോഴും വേദനയാണെങ്കിൽ തന്നെയും ഒരാൾ മാത്രം ബാക്കിയാവുന്ന തരത്തിലുള്ള മരണം എത്രയോ വേദനാജനകമാണ്.
36 മണിക്കൂർ അബോധാവസ്ഥയിൽ കഴിഞ്ഞ ശേഷം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരികെ വന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഓഗസ്റ്റ് 21 രാത്രിയിൽ സംഭവിച്ച ഈ ദുരന്തവും വാതകച്ചോർച്ചയും ഏകദേശം 36 മണിക്കൂർ വരെ നീണ്ടു നിന്നിരുന്നു. അപ്പോഴേക്കുമാണ് അയൽക്കാരും കന്നുകാലികളും മരിച്ചു കഴിഞ്ഞതായി പലരും തിരിച്ചറിഞ്ഞത്. വിഷവാതകം ശ്വസിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 15% ആളുകൾ മരണമടഞ്ഞു കഴിഞ്ഞിരുന്നു. അന്ന് ആ അപകടം നേരിട്ട് കണ്ടവരും അതിനെ അതിജീവിച്ചവരും ആ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെ സംഭവിച്ചത് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസം എന്ന നിലയിലാണ്. തുടക്കം ഒരു ചെറിയ പ്രകമ്പനത്തിലായിരുന്നു. വൈകാതെ തടാകത്തിൽ നിന്ന് വെള്ളം സ്ഫോടനത്തെ തുടർന്ന് മുകളിലേക്ക് ഉയരുകയും തൊട്ടു പിന്നാലെ മേഘം പോലൊരു രൂപം ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയുമായിരുന്നു അത്രേ. ഈ സമയം തന്നെ ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ദുരന്തത്തിൽ മരിച്ചതിലേറെയും മേഖലയിലെ ഉയരം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവരായിരുന്നു. മലമുകളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നവർക്ക് അപകടകരമായ അളവിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടില്ല. 2000-ഓളം ആളുകൾ മരിച്ചുവെങ്കിൽ 4000-ഓളം ആളുകളെ ഈ ദുരന്തം മറ്റൊരു തരത്തിലും ബാധിച്ചു. അവർക്ക് ഈ പ്രദേശം വിട്ടുപോകേണ്ടതായി വന്നു. വാതകച്ചോർച്ചയുടെ ഫലമായി അവരിൽ പലർക്കും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിയാബാധയായി. മുറിവുകളും പക്ഷാഘാതവും പലർക്കുമുണ്ടായി. കണ്ണുകളിലും മൂക്കിലും കത്തുന്ന വേദനയുമായി പലരും പിൽക്കാലത്ത് കഴിയേണ്ടി വന്നു. ചുമയും ശ്വാസം മുട്ടലും വിട്ടുപോയുമില്ല. ശരീരത്തിലുണ്ടായ മുറിവുകളെക്കുറിച്ചും പല നിഗമനങ്ങളുമുണ്ട്. രക്ഷപ്പെട്ട പലരുടെയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പൊള്ളലേൽക്കുകയോ ചൂടുവാതകങ്ങളുമായി സമ്പർക്കം ഉണ്ടാവുകയോ ചെയ്തിരുന്നുമില്ല. എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചുവെന്നതിന് വ്യക്തമായ മറുപടിയില്ല. ന്യൂട്രോൺ ബോംബ് സ്ഫോടനത്തിന്റെ അനന്തരഫലം പോലെയാണ് ആ ദുരന്തത്തിന് ശേഷമുള്ള അവസ്ഥ വിശേഷിപ്പിക്കപ്പെട്ടത്. അന്തരീക്ഷത്തിൽ പടർന്ന അസുഖകരമായ ഗന്ധം മാസങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് വിട്ടുപോയില്ല. വെടിമരുന്നിന്റെയോ ചീഞ്ഞ മുട്ടയുടെയോ പോലെയുള്ള ഗന്ധമായിരുന്നു അത്. സൾഫർ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും ചേർന്ന ഗന്ധമായിരിക്കാം ഇതെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. ദുരന്തത്തിന്റെ അലയൊലികൾ അടങ്ങിക്കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞർ തടാകത്തിന്റെ അടിത്തട്ട് പരിശോധിച്ചു. അവർ കണ്ടത് ഞെട്ടിക്കുന്ന ചില കാഴ്ചകളായിരുന്നു. കാരണം അവിടെ അപ്പോഴും വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ദുരന്തത്തിന്റെ സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അമൂല്യമായ മനുഷ്യജീവൻ അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും പാഴായി പോകരുതെന്ന് അധികാരികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. നൊസിയ തടാകം പൊട്ടിത്തെറിച്ചതിനു ശേഷം തടാകങ്ങളിലെ വാതകം നീക്കം ചെയ്യുന്നതിനും ഭാവിയിലെ ദുരന്തം ഒഴിവാക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സംഘം ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. അതിനായി അവർ പല മാർഗങ്ങൾ ആലോചിച്ചു. തടാകത്തിലെ വാതകം പുറന്തള്ളുന്നതിനായി തടാകങ്ങളിൽ ബോംബിടുക എന്ന ഒരു നിർദ്ദേശം ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചു. എന്നാൽ അത് ശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമാകും എന്ന ഭയത്താൽ അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു നവീന സംവിധാനത്തിന് രൂപം നൽകി. തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് നീളുന്ന വലിയ പൈപ്പുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആ തീരുമാനം. പൈപ്പുകൾ വഴി അടിഞ്ഞുകൂടിയ വാതകം പതുക്കെ പുറത്തേക്ക് വിട്ടു തുടങ്ങി. നിയന്ത്രിതമായ തോതിൽ വാതകം പുറത്തേക്ക് വിട്ടതോടെ വലിയ ദുരന്തത്തിന് സാധ്യതകൾ ഒഴിവായി കിട്ടി. ഇന്ന് നോസിയ തടാകം ശാന്തമാണ്. നോസിയ ദുരന്തത്തെ ആസ്പദമാക്കി പല ഡോക്യുമെന്ററികളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം സമാനമായ ഒരു പ്രതിഭാസം മറ്റെവിടെയെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ ശാസ്ത്രജ്ഞർ ആഫ്രിക്കയിലെ വിവിധ തടാകങ്ങളിൽ പരീക്ഷണം നടത്തിയിരുന്നു. അതിന്റെ ഫലമായി റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കിവു തടാകത്തിൽ സമാനമായ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. നോസിയ തടാകത്തേക്കാൾ 2000 മടങ്ങ് വലിപ്പമുണ്ട് കോങ്കോയിലെ ഈ തടാകത്തിന്. കിവു തടാകത്തിന്റെ സമീപത്ത് 2 ദശലക്ഷം ആളുകളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു ദുരന്തമായിരിക്കും ഉണ്ടാവുകയെന്ന് നാം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇക്വഡോറിലുമുണ്ട് അപകടകാരിയായ ഒരു തടാകം, കിലോട്ടോവ. നോസിയയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തം അവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആശങ്ക. കാമറൂണിലെ മോണൂൺ തടാകത്തിൽ നൊസിയ തടാക ദുരന്തത്തിന് 2 വർഷം മുൻപ് സമാനമായ രീതിയിൽ എന്നാൽ മാരകമാകാത്ത വിധത്തിൽ ചില പൊട്ടിത്തെറിക്കലുകൾ നടന്നതായും പറയപ്പെടുന്നുണ്ട്. 37 പേരുടെ മരണത്തിലാണ് ആ സ്ഫോടനം കലാശിച്ചത്. മോണൂൺ തടാകത്തിന് സമീപത്ത് നിന്ന് വലിയ മുഴക്കങ്ങൾ അന്ന് കേട്ടിരുന്നതായി പലരും പറയുന്നു. തടാകത്തിലേക്ക് ആരോ രാസവസ്തുക്കൾ ഒഴിക്കിയതിന്റെ ഫലമായിട്ടാണ് സ്ഫോടനം നടന്നതെന്ന് കാമറൂൺ സർക്കാരിന്റെ സംശയം. എന്നാൽ തദ്ദേശീയർ അതിനെ കണ്ടത് ദുരാത്മാക്കളുടെ പ്രവൃത്തിയായിട്ടാണ്.
തടാകത്തിന്റെ അടിത്തട്ടിൽ ദുരാത്മാക്കൾ ഉണ്ടെന്നും അവർ ഇടയ്ക്കിടെ തടാകം വിട്ടു പോകുമ്പോൾ തടാകത്തിന്റെ കരയിലുള്ളവരെ കൊന്നു കളയാറുണ്ടെന്നും മറ്റുമുള്ള ഐതിഹ്യങ്ങൾ ഗ്രാമീണർക്കിടയിൽ വ്യാപകമായിരുന്നു. യഥാർത്ഥ സംഭവത്തേക്കാൾ കെട്ടുകഥകൾ പലപ്പോഴും ആളുകൾക്ക് ആകർഷകമായി തോന്നാറുണ്ടല്ലോ. അതുപോലെ ഈ കെട്ടുകഥകളാണ് അന്ന് സംഭവിച്ച 30-ലധികം മരണങ്ങൾക്ക് പിന്നിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഒരുപക്ഷെ അന്ന് തടാക സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിരുന്നുവെങ്കിൽ നൊസ്യ തടാക ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും തടാകങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് അപൂർവ സംഭവമാണ്. പക്ഷേ തടാകങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും കാമറൂണിലുണ്ട്. ആഴത്തിലുള്ള തടാകങ്ങളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന മാഗ്മ, ഉഷ്ണമേഖല കാലാവസ്ഥ എന്നിവയെല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. കാമറൂണിൽ ഭൂമിയുടെ പുറന്തോടിൽ കാണപ്പെടുന്ന ദുർബലമായ ചില സ്ഥലങ്ങളിൽ മാഗ്മ അഥവാ ദ്രാവകപ്പാറ ഭൂമിയുടെ ആവരണത്തിൽ നിന്ന് ഉയരുകയും മാഗ്മ വേഗത്തിലും ലംബമായും മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നു. മാഗ്മ ഉയരുമ്പോൾ നനഞ്ഞ പാറയിലിടിച്ചാൽ അത് പൊട്ടിത്തെറിക്കുകയും ഭൂമിയിൽ ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. 18,000-ലധികം വർഷങ്ങൾക്ക് മുൻപ് നടന്ന അത്തരമൊരു സ്ഫോടനമാണ് മോണൂൺ തടാകത്തെ രൂപപ്പെടുത്തിയത്. സമാനമായ ഒരു സ്ഫോടനമാണ് നോസ്യ തടാകത്തിന്റെ രൂപീകരണത്തിനും കാരണമായതെന്നും പറയപ്പെടുന്നു. അതെന്തായാലും മുൻപ് പറഞ്ഞത് ആവർത്തിക്കട്ടെ. രേഖപ്പെടുത്തിയതിൽ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ പ്രകൃതി ദുരന്തമായിരുന്നു നോസ്യ തടാക ദുരന്തം. ശാസ്ത്രജ്ഞർ ഇതുവരെ അന്വേഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അമ്പരിപ്പിക്കുന്ന ദുരന്തങ്ങളിൽ ഒന്ന്. നിരവധി ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്ന തടാകങ്ങൾ രൂപപ്പെടുന്നത്. തടാകത്തിന് ആഴമുണ്ടായിരിക്കണം എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. സ്ഥിരതയുള്ള കാലാവസ്ഥയാണ് മറ്റൊന്ന്. കാലാവസ്ഥ വർഷം മുഴുവനും സ്ഥിരതയുള്ളതുകൊണ്ടാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന തടാകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവയ്ക്ക് പുറമെ വാതകപ്പാളിയെ അസ്വസ്ഥമാക്കാൻ മണ്ണിടിച്ചിൽ, ഭൂകമ്പം അല്ലെങ്കിൽ അമിതമായ വാതകം പോലെയുള്ള ഘടകങ്ങളും കാരണമായി മാറാറുണ്ട്. നൊസ്യ തടാകത്തിലുണ്ടായ പൊട്ടിത്തെറിക്കലിന് ശേഷം 2022 ഓഗസ്റ്റ് 29 കാമറൂണിലെ കുക്ക് തടാകത്തിന്റെ നിറത്തിലും ഗന്ധത്തിലും പെട്ടെന്നുണ്ടായ മാറ്റം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. കുക്ക് തടാകത്തിന്റെ 10 കിലോമീറ്റർ അകലെയായിരുന്നു നൊസ്യ തടാകം. അതുകൊണ്ട് തന്നെ ആ തടാകത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഓർമ്മയാണ് കുക്ക് തടാകത്തിന്റെ അസ്വാഭാവികത അവരിൽ ഉണർത്തിയത്. നോസ്യ തടാകത്തിലെ സ്ഫോടനത്തിന് ശേഷം വെള്ളം കടും ചുവപ്പ് നിറമായിരുന്നു. അതുപോലെ തന്നെയാണ് കുക്ക് തടാകത്തിനും സംഭവിച്ചത്. എന്നാൽ സ്ഫോടന സാധ്യത അധികാരികൾ തള്ളിക്കളയുകയും കനത്ത മഴയാണ് ദുർഗന്ധത്തിനും നിറവ്യത്യാസത്തിനും കാരണമെന്ന് വിശദീകരണം നൽകുകയും ചെയ്തു. എന്തായാലും അനിഷ്ടകരമായ സംഭവങ്ങളൊന്നും പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാരകമായ അളവിൽ വാതകങ്ങൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ള തടാകങ്ങൾ കാമറൂണിലുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവയുടെ എണ്ണം 43 ഇതിൽ 13 മാരകമായ അളവിൽ വാതകങ്ങൾ ഉൾക്കൊള്ളാൻ തക്ക വലിപ്പമുള്ളവയാണ്. 11 താരതമ്യേന സുരക്ഷിതമാണ്. എന്നാൽ എനപ്, ഒഗു തുടങ്ങിയ തടാകങ്ങൾ അപകടങ്ങളാണ്. നോസ്യ തടാകത്തിൽ സംഭവിച്ചതുപോലെയുള്ള വാതക ശേഖരണം ഇപ്പോഴും തടാകങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ കാമറൂണിലെ ലൂക് ലുക് എന്ന തടാകം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ എപ്പോഴായിരിക്കും അത് സംഭവിക്കുകയെന്ന് തിട്ടപ്പെടുത്താനാവില്ല. തടാകങ്ങളിലെ വലിയ അപകട സാധ്യതയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ വലിയ അളവിലുള്ള വെള്ളമുള്ള തടാകങ്ങളിൽ ഉയർന്ന മർദ്ദത്തിൽ വളരെ ആഴത്തിൽ ഉയർന്ന അളവിൽ ലയിച്ച വാതകങ്ങൾ നിലനിൽക്കുമ്പോഴാണ്. വിശാലമായതോ വലുതായതോ ആയ ഗർത്തങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അവ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാമറൂണിൽ അപകട സാധ്യതയുള്ള നിരവധി ഗർത്ത തടാകങ്ങൾ ഉള്ളതിനാൽ നിയോസ് തടാക ദുരന്തത്തിന് ശേഷം വർഷങ്ങൾ പിന്നിട്ടിട്ടും വാതകം കലർന്ന അപകടകരമായ തടാകങ്ങളിലെ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് കാര്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന ആരോപണം അവശേഷിക്കുന്നുണ്ട്. കാമറൂണിലെ അപകടകരമായ തടാകങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ സ്വകാര്യ മേഖലയിലെ മറ്റ് പങ്കാളികളുമായി കാമറൂണിലെ ദുരന്ത നിവാരണ മാനേജ്മെന്റ് ഏകോപിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്തമുള്ള നിയുക്ത ഏജൻസിയായ സിവിൽ പ്രൊട്ടക്ഷൻ ഡയറക്ടറേറ്റ് ബന്ധപ്പെടണമെന്നും അധികാരികൾ ഇതിന് മുൻകൈയെടുത്തില്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളും കന്നുകാലികളും വീട്ടും കൊല്ലപ്പെട്ടേക്കാം എന്നുമുള്ള ആശങ്കകൾ ശക്തമാണ്. മനുഷ്യരും മൃഗങ്ങളും ഒന്നുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരകളാകുന്ന സാഹചര്യം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് ജാഗ്രതയും സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായേ തീരും.
അപകട സാധ്യത ഭയക്കുന്ന തടാകങ്ങളെ തുടർച്ചയായും സൂക്ഷ്മമായും നിരീക്ഷണം നടത്തിയും സ്വാഭാവിക വ്യതിയാനം മനസ്സിലാക്കി ദുരന്തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള സാധ്യത സൃഷ്ടിക്കുകയും വേണം. ഇവയ്ക്ക് പുറമെ മുകളിൽ പറഞ്ഞതുപോലെ റുവാണ്ടയുടെയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെയും അതിർത്തിയിലുള്ള കിവു തടാകം, ടാൻസാനിയയിലെ എൻഗോസി തടാകം, ഇറ്റലിയിലെ മോണ്ടിച്ചിയോ തടാകം എന്നിവയെല്ലാം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ലോകത്തിലെ മറ്റ് തടാകങ്ങളുടെ പട്ടികയിൽപ്പെടുന്നവയാണ്. ചില മനുഷ്യരെ പോലെയാണ് ഈ തടാകങ്ങൾ. പുറംകാഴ്ചയിൽ സൗമ്യവും ശാന്തരും, ഏതെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ അവർക്കുണ്ടായുമെന്ന് തോന്നുകയില്ല. പക്ഷേ അവർ വഹിക്കുന്ന ഭാരങ്ങളും സഹിക്കുന്ന താപങ്ങളും അവർക്ക് മാത്രമേ അറിയൂ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതങ്ങളെ ചുമന്ന് നടക്കുന്നവരാണ് അവർ. ഇതുപോലെയാണ് കാമറൂണിലെ ഈ തടാകങ്ങളും. പുറമേക്ക് ശാന്തമെന്ന് തോന്നുന്ന പല തടാകങ്ങളുടെയും ആഴങ്ങൾ നമുക്ക് ഉത്തരം കിട്ടാത്തവയാണ്. ഇത്തരത്തിലുള്ള ശാന്തത ചിലപ്പോഴെങ്കിലും ഭീകരമായി മാറിയേക്കാം. കാരണം ഭൂമിയുടെ ആഴങ്ങളിൽ നടക്കുന്നത് എന്തെല്ലാമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇന്നും വ്യക്തമായ ധാരണയില്ല. പ്രകൃതിയെ കീഴടക്കിയെന്നും ഇന്നലെ വരെ അജ്ഞാതമായിരുന്ന പലതും ഇന്നും മനുഷ്യന്റെ ബുദ്ധിയുടെ പരിധിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അഹങ്കരിക്കുമ്പോഴും ഇന്നും നമുക്കറിയാത്ത പലതും ഭൂമിയുടെ അഗാധതയിൽ നടക്കുന്നുണ്ട്. ചില ദുരന്തങ്ങളെ നാം കുറ്റപ്പെടുത്തുന്നത് മനുഷ്യന്റെ അജ്ഞത കൊണ്ടും അശ്രദ്ധ കൊണ്ടും സംഭവിച്ചവയെന്നാണ്. പക്ഷേ നൊസ്യ ദുരന്തത്തെ അങ്ങനെ വിശേഷിപ്പിക്കാനാവില്ല. മനുഷ്യന്റെ അജ്ഞതയോ അശ്രദ്ധയോ അല്ല ഇവിടെ വ്യക്തമാകുന്നത്, മറിച്ച് മനുഷ്യന്റെ നിസ്സഹായതയാണ്. എന്തെല്ലാം പഠിച്ചു, എന്തിനെയെല്ലാം കീഴടക്കിയെന്ന് അവകാശപ്പെടുകയും അഹങ്കരിക്കുകയും ചെയ്യുമ്പോഴും മനുഷ്യൻ പ്രകൃതി മുൻപിൽ എത്ര നിസ്സഹായനാണ്. പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകൾ പലപ്പോഴും നിശബ്ദമാണ്. ശാന്തമായ തടാകം എപ്പോഴെങ്കിലും തങ്ങൾക്ക് അപകടകരമാകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ തടാകങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ശക്തി ചിലപ്പോഴെങ്കിലും മനുഷ്യന്റെ നിസ്സഹായതയ്ക്ക് ബലപ്പെടുത്തുന്നവയാണ്.